ഒരുപാട് തവണ ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിലും ഓരോ തവണ പോകുമ്പോഴും എനിക്ക് എപ്പോഴും ഭയങ്കര പുതുമയാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് എല്ലാ തവണയും ഗുരുവായൂരിൽ എത്തുന്നത്. ഇത്തവണയും അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ദിവസം പ്ലാൻ ചെയ്ത് ഒത്തിരി ദിവസം ആഗ്രഹിച്ച് അവസാനം നടന്ന ഒന്നായിരുന്നു ഈ ഗുരുവായൂരിലെ യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, എവിടെയോന്നല്ല, ഗുരുവായൂരെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ഇൻസ്റ്റ ഫീഡ് മൊത്തം എനിക്ക് ഗുരുവായൂരിന്റെ വീഡിയോ ആയിരുന്നു. അപ്പൊ ഞാൻ കേട്ടതാ, ഗുരുവായൂരപ്പനെ കാണുമോ നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നമ്മളെ കാണുന്നു പുള്ളിക്കാരൻ കൂടെ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഇപ്പൊ അവിടെ പോകാൻ പറ്റിയപ്പോ ഞാനങ്ങ് വിശ്വസിച്ചു, എന്നെ കാണുമെന്ന് പുള്ളിക്കാരനും കരുതിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങള് ട്രിവാൻഡ്രത്ത് നിന്ന് 12:30 എടുക്കുന്ന ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് പോയത്. അവിടെ നമ്മളൊരു 7:45 ആയപ്പോൾ റീച്ചായി. പിന്നെ അടുത്ത് തന്നെ ഉള്ള ഒരു റൂം എടുത്തിട്ട് ഒന്ന് ഫ്രഷ്നപ്പായി നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. ഞങ്ങൾ 10 മണിക്ക് ക്യൂ നിന്നതാ, കയറിയപ്പോൾ 2 മണിയായി. സാധാരണ ഇത്ര താമസിക്കില്ല. അന്നത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഉദയാസ്തമയ പൂജ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നട അടയ്ക്കുന്നതുകൊണ്ട് തന്നെ പ്രവേശനം നമുക്ക് കുറേ ടൈം ഇല്ലാതിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നല്ലതായിട്ട് പ്രാർത്ഥിച്ച് മനസ്സൊക്കെ നല്ലപോലെ നിറഞ്ഞ് കുറേ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ അവിടുത്തെ പാൽപ്പായസം ടേസ്റ്റ് ചെയ്തു, നെസ്കഫയുടെ കോഫി കുടിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ തൃശ്ശൂർക്ക് പോയി. കാരണം ഗുരുവായൂരിൽ നിന്ന് പിന്നെ ട്രിവാൻഡ്രത്തേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് രാത്രി 11:30 അത് ഏർലി മോർണിംഗ് ആണ് ഇവിടെ എത്തുന്നത്. പക്ഷെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തൃശ്ശൂർ പോയി. തൃശ്ശൂരിൽ നിന്ന് KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തി. ഒരു 1:30 ആയപ്പോൾ ട്രിവാൻഡ്രം എത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി ഗുരുവായൂർ ജേണി. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയുള്ള നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.